മസീഹിന്റെ അർത്ഥം എന്താ? മസീഹു ദജ്ജാൽ, മസീഹ ഈസ. എന്താ അങ്ങനെ പറഞ്ഞത്? ഈസാ നബിക്ക് മസീഹ് എന്ന പട്ടം കൊടുത്തു. കൊടും ഭീകരനായ ഇസ്ലാമിന്റെ ശത്രുവായ ദജ്ജാലിനും മസീഹെന്നോ? എന്താ മസീഹിന്റെ അർത്ഥം? മസീഹ് എന്ന് പറഞ്ഞാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ആളാണ്. മസഹൽ അർള്, ഭൂമി മുഴുവനും സഞ്ചരിക്കും. ആര്? ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാം. അതുകൊണ്ടാണ് മസീഹ്. ഒന്ന്. രണ്ട്, മംസൂഹർ റിജിൽ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപാദം നന്നായി പരന്ന് ഭൂമിയോട് ഒട്ടിക്കിടക്കും. അതായത് നമ്മുടെയൊക്കെ കാലിന് ഒരു ഹോളുണ്ട് അല്ലേ? ഇങ്ങനെ വെക്കുമ്പോ ഒരു ഹോളില്ലേ? ഇല്ലേ ഹോള്? ഉണ്ട്. അപ്പോ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിന് ഈ ഹോളില്ല, നല്ലതുപോലെ ഒട്ടി ഭൂമിയിൽ അങ്ങ് ചേർന്ന് കിടക്കും. പരന്ന വലിയ കാലാണ് ബഹുമാനപ്പെട്ട ഈസാ. മംസൂഹർ റിജിൽ. മൂന്ന്, മംസൂഹദ് ദുഹുൻ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ടപ്പോ എണ്ണ തേച്ച് മെഴുകുപോലെയാണ് ഈ ലോകത്തേക്ക് പുജാതനായത്. മംസൂഹദ് ദുഹുൻ, ദുഹുൻ എന്ന് പറഞ്ഞ എണ്ണ തേക്കുക, മസഹ എന്ന് പറഞ്ഞ തടകുക, തേക്കുക എന്നാണല്ലോ. അപ്പൊ എണ്ണ തേച്ചിട്ടുള്ള ഒരു കുട്ടി, മെഴുകുപോലെ ഇരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഈസാ അലൈഹി സ്വലാം. നാല്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആരെ തടകിയാലും രോഗശമനം ഉണ്ടാകും. ഏത് വെള്ളപ്പാണ്ട് വന്നാലും ഏത് രോഗി വന്നാലും മസഹ, തടയി കൊടുത്താൽ രോഗശമനം ഉണ്ടാകും. അഞ്ച്, സിദ്ദീഖ് എന്നാണ് മസഹയുടെ അർത്ഥം. മസീഹ് എന്ന് പറഞ്ഞ സിദ്ദീഖ്, ആരോടും തഴുകി തലോടി ചേർന്നൊരു കൂട്ടുകാരനാകും ബഹുമാനപ്പെട്ട ഈസാ. ദജ്ജാൽ ഇതേപോലെ, ദജ്ജാലിന്റെ മസീഹ് ദജ്ജാൽ, ദജ്ജാൽ ലോകം മുഴുവനും സഞ്ചരിക്കും. ഒന്ന്, അതുകൊണ്ടാണ് മസഹൽ അർള്. രണ്ട്, മസീഹ് ദജ്ജാലിന്റെ മംസൂഹർ റിജിൽ, മസീഹ് ദജ്ജാലിന്റെ കാൽപാദം നല്ല വിടർന്ന് പരന്നതാണ്, അത് ഭൂമിയോട് ഒട്ടിക്കിടക്കും. അതാണ് മസീഹ് ദജ്ജാൽ എന്ന് പറയുന്നത്. മൂന്ന്, മസീഹ് ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്. ഞാൻ ഹദീസ് പിന്നീട് പറയാം, എന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച പറയും ഇൻഷാ അല്ലാഹ്. അതായത് ഒരു കണ്ണിന്റെ ഭാഗത്ത് ഈ കവിള് പോലെ ഇങ്ങനെ തടകി, ഈ ഹോള് നികത്തി ഇങ്ങനെ അടിച്ച് തടകി വെച്ചിരിക്കുന്നത് പോലെയാണ് ആരുടെ? ദജ്ജാലിന്റെ.